ഹായ് ചെല്ലം എന്നൊക്കെ പറഞ്ഞ് ഈ മിമിക്രിക്കാരും മറ്റുമൊക്കെ കളിയാക്കുന്ന പ്രകാശ് രാജ് ഉണ്ടല്ലോ. അയാൾ നല്ല നടനാണ്. വില്ലൻ വേഷമൊക്കെ അയാൾ നന്നായിട്ട് ചെയ്യും. തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഹിന്ദിയിലുമൊക്കെ അയാൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അയാളൊരു പാൻ ഇന്ത്യൻ ലെവല് ഉഡായിപ്പ് ടീമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അയാൾ ചെന്ന് പെടാത്ത അല്ലെങ്കിൽ അയാൾ കാണിക്കാത്ത ഉഡായിപ്പുകളില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പുറത്തു വരുന്ന, അതും നമ്മുടെ കേരളത്തിൽ ആ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സാധാരണ അയാൾ മുൻപ് അയാൾക്ക് അറസ്റ്റ് വാറണ്ടും മറ്റുമൊക്കെ കോടതി തന്നെ അയാൾക്കെതിരെ ഇഷ്യൂ ചെയ്തത് അയാളുടെ കൈവശം 4 തിരിച്ചറിയൽ കാർഡ്, അതും ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പേരിലുള്ള 4 വ്യത്യസ്ത തിരിച്ചറിയൽ കാർഡ് അയാളുടെ കയ്യിൽ കൊണ്ടുവന്നു എന്നുള്ള കേസായിരുന്നു. അത് തമിഴ്നാട്ടിൽ, ആന്ധ്രാപ്രദേശിൽ, തെലുങ്കാനയിൽ, കർണാടകയിൽ, അങ്ങനെ 4 സംസ്ഥാനങ്ങൾ. അപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇയാൾ ഉഡായിപ്പ് ഒന്നും കാണിച്ചില്ലല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഇതാ കേരളത്തിലും അയാൾ ഉഡായിപ്പ് കാണിച്ചിരിക്കുന്നു. നമ്മുടെ ഇവിടെ തന്നെ പീരുമേട്, വാഗമൺ എന്ന സ്ഥലം, അത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അവിടെ സർക്കാരിൻ്റെ ഭൂമി കയ്യേറിയത് ഈ 10 ഏക്കറോളം ഇപ്പോൾ അത് ഒഴിപ്പിച്ചിരിക്കുന്നു. പ്രദീപ് എന്നോ മറ്റോ പേരുള്ള ഒരാളെയാണ് അയാളുടെ കൈവശം വരുന്ന ഭൂമി അവിടുത്തെ പീരുമേട് തഹസീൽദാരും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് അത് ഒഴിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ പ്രകാശ് രാജിനും അവിടെ പട്ടയമുള്ള കുറച്ച് സ്ഥലമുണ്ടെന്ന് പറയുന്നു. പക്ഷേ ആ സ്ഥലം കൂടാതെ അയാൾ പട്ടയമില്ലാത്ത സർക്കാരിൻ്റെ കുറേ ഭൂമി കൂടി വളച്ചു കെട്ടിയെടുത്തിരിക്കുന്നു. അതിന് അയാൾക്കെതിരെ നോട്ടീസ് കൊടുത്തിരിക്കുന്നു. പക്ഷേ അയാളെ വിളിക്കുമ്പോഴോ അയാൾ സംസാരിക്കാൻ വേണ്ടി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴൊന്നും അയാൾ ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അയാൾ നോട്ടീസ് സ്വീകരിക്കുന്നില്ല. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാൾ ഈ സാധാരണ ലെവലിലൊക്കെ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലുള്ള ഒരു തട്ടിപ്പുകാരനല്ല. ഇയാൾ ഒരു പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെയുള്ള ഒരു തട്ടിപ്പുകാരനാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു സാധാരണ വ്യക്തി ഒരു തെരഞ്ഞെടുപ്പ് ID കാർഡ് കയ്യിൽ വെക്കേണ്ട സ്ഥാനത്ത് അയാൾ 4 എണ്ണം വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ബോധപൂർവം അല്ലാതെ മറ്റെന്താണ് എന്ന് ആലോചിച്ച് നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കേരളം പോലെ ഒരു സ്ഥലത്ത് വന്നിട്ട് സർക്കാർ ഭൂമി കൂടി പട്ടയമില്ലാതെ കൈവശം വെക്കണമെങ്കിൽ ഇവൻ എത്രമാത്രം ഉഡായിപ്പാണെന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇത്തരം അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നവരാണ് തീർച്ചയായിട്ടും അത്തരക്കാരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ കേസിലൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവർ മെഗാഫോണായി മാറേണ്ടി വരുന്നത് പലപ്പോഴും. അങ്ങനെയാണ് പല സമയത്തും ഒരാവശ്യവുമില്ലാതെ നരേന്ദ്രമോദിക്കെതിരെയും ഇയാൾ പരാമർശങ്ങളും പ്രസ്താവനകളൊക്കെ നടത്തേണ്ടി വരുന്നത്. നമ്മൾ ആ സമയത്ത് ചിന്തിക്കും, ഇത് പറയാനുള്ളൊരു അവസരമേ ഇതല്ലല്ലോ, പിന്നെ എന്തിനാണ് പ്രകാശ് രാജ് ഇത് പറഞ്ഞതെന്ന് ചിന്തിക്കുമ്പോൾ ഇതിനു വേണ്ടിയാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇയാളുടെ ഇതുപോലുള്ള ഉഡായിപ്പുകൾ കൈയോടെ പിടിക്കപ്പെടും. ഇതിപ്പോൾ ഇവിടെ കേരളത്തിൽ ഭരണം മാറിയപ്പോഴായിരിക്കാം ഒരുപക്ഷെ പുതിയ സർക്കാരായിരിക്കാം അത്തരം കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചത്. അപ്പോൾ അവരതിൻ്റെ നടപടിയെടുത്തു. ആ കൂട്ടത്തിൽ ഇപ്പോൾ ഇതാ പ്രകാശ് രാജിന് കൂടി നോട്ടീസ് ചെന്നിരിക്കുന്നു. അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ്റാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയാണ് BJP ആണ് ചെയ്തതെന്ന് പറയില്ലല്ലോ. കാരണം കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇവിടെ മാതൃഭൂമി പോലൊരു ചാനൽ അത് വാർത്തയായിട്ട് കൊടുക്കുകയും ചെയ്തതാണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇവിടെ എന്തിനും സമരത്തിനിറങ്ങുന്നു, അല്ലെങ്കിൽ സമരക്കാരെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും നരേന്ദ്രമോദിക്കും സംഘപരിവാറിനും എതിരെ നിൽക്കുന്നു. ഞാൻ ന്യായത്തിൻ്റെ ഭാഗത്താണ്, സത്യത്തിൻ്റെ ഭാഗത്താണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾ തന്നെ ഈ അടുത്ത കാലത്ത് വലിയ വ്യത്യാസമില്ലാതെ തന്നെ 2 പ്രധാനപ്പെട്ട കേസുകളിൽ അയാളുടെ പേര് ഉയർന്നു വന്നിരിക്കുകയാണ്. ഒന്ന്, ഈ വ്യാജ ID കാർഡുകൾ. ഒരെണ്ണം ഒറിജിനലായിരിക്കും, ബാക്കി 3 എണ്ണം അയാളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വ്യാജനായിരിക്കുമല്ലോ. അപ്പോൾ അതൊരു കുറ്റകൃത്യം തന്നെയാണ്. അങ്ങനെ മൊത്തം 4 തിരിച്ചറിയൽ രേഖ കൈവശം വെച്ചത് വാർത്ത. അത് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ വാർത്തയായി. ഇതായപ്പോൾ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അയാൾ കേരള സർക്കാരിൻ്റെ ഭൂമി പട്ടയമില്ലാതെ വളച്ചു വെച്ചിരിക്കുന്നു എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ വാർത്ത കൊടുക്കുമ്പോൾ ഇയാൾ ചെറിയ പുള്ളിയൊന്നുമല്ല, ഇയാൾ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ഒരു വലിയ ഉഡായിപ്പ് താരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രകാശ് രാജ്, എന്തിനേ ചെല്ലാം, ഇതൊക്കെ കൊഞ്ചം ഓവർ തന്നെ.